എല്ലാ സുഹൃത്തുക്കൾക്കും ട്രീസ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബഹ്റൈനിൽ സ്ഥിതി ചെയ്യുന്ന ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു മരത്തെ പറ്റിയാണ്. ഈ മരം ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ട്. എല്ലാവരും വിചാരിക്കും എന്താണ് ഈ 500 വർഷം പഴക്കമുള്ള മരം ഇത്ര പ്രത്യേകത. നമ്മുടെ നാട്ടിലും വളരെയധികം മരങ്ങളുണ്ടല്ലോ, അതിലും കൂടുതൽ പഴക്കമുള്ളതോ അല്ലെങ്കിൽ അതോളം തന്നെയുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മരം സ്ഥിതി ചെയ്യുന്നിടത്ത് വെള്ളവും അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും കിട്ടുന്ന ഒരു സ്ഥലമല്ല. ഇത് മരുഭൂമിയാണ്. ഇതിനോട് അടുത്ത് എവിടെയും ഇതുപോലെ വേറെ വൃക്ഷങ്ങളായിട്ടൊന്നുമില്ല. ഇപ്പം അടുത്തിടെയായിട്ട് നമ്മുടെ പല ആളുകളും ഈ മരം പ്രസിദ്ധമായ ശേഷം ഇതിനോടടുത്തുള്ള സ്ഥലങ്ങളിൽ ഓരോരോ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും അതിനെ നനയ്ക്കുകയും ചെയ്തുകൊണ്ട് അത് സർവൈവ് ചെയ്ത് വരുന്നു. അതല്ലാതെ ഈ സ്ഥലത്ത് 500 വർഷത്തോളം ആരും ശുശ്രൂഷിക്കാതെ എങ്ങനെ ഈ മരം വന്നതെന്ന് ഒരു അത്ഭുതം. പിന്നെ മിത്തിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ മരം ഭൂമിയുടെ കറക്റ്റ് നടുവിലാണ്. അതിൻ്റെ പൊസിഷൻ ഒരു വിശുദ്ധ തരത്തിലുള്ളൊരു പൊസിഷനാണെന്ന് പറയുന്നുണ്ട്. പണ്ട് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഏദൻ തോട്ടം, അതായത് മനുഷ്യനെ പുറത്താക്കി എന്ന് പറഞ്ഞ ഏദൻ തോട്ടം ഇതിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നിന്നും അതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സയൻറ്റിസ്റ്റൊക്കെ പറയുന്നത് ഇതിന് ഏകദേശം 50 മീറ്ററോളം ആഴത്തിൽ വേരുകൾ പോയി വെള്ളം എടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈർപ്പം എടുത്തുകൊണ്ടാണ് ഈ ചെടി വളരുന്നതെന്നും പറയുന്നു. പക്ഷേ ഈ ചെടി വളരെ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം അത് മേലെ കയറി നിന്നും ഓരോന്നും ചെയ്തൊക്കെ. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡിനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ബഹ്റൈനിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വൃക്ഷമാണിത്. അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ മനാമയിൽ നിന്നും 40 കിലോമീറ്ററോളം ദൂരെയാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് അതിൻ്റെ കൂടെ ചേർക്കുന്നു. നന്ദി, നമസ്കാരം.